എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ 30-ാം തീയതി നമുക്ക് 4 കമ്പനികളിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. സൗദി അറേബ്യയിലെയും UAE-യിലെയും 4 കമ്പനികളിലേക്കായിട്ട് 150ഓളം വേക്കൻസികളിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നു. ഏതൊക്കെ കമ്പനികളിലേക്കാണ്, ഏതൊക്കെ പൊസിഷനുകളിലേക്കാണ്, കൃത്യമായിട്ടുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ്, കൃത്യമായിട്ടുള്ള ജോലി ഡീറ്റെയിൽസ്, കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഈ വരുന്ന ജൂൺ 30-ാം തീയതി ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന ഒരു കമ്പനി അബുദാബിയിലേതാണ്. അബുദാബിയിലെ തവാസുൽ എന്ന ടാക്സി കമ്പനിയിലേക്ക്, ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ഇവിടെ കമ്പനി ചോദിച്ചിട്ടുള്ള യോഗ്യത കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, 21-നും 40-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയണം, അതേപോലെ മാപ്പ് കാര്യങ്ങൾ അറിയണം, ആളുകളോട് ടാക്സിയിൽ കയറുന്ന കസ്റ്റമേഴ്സിനോട് നന്നായിട്ട് പെരുമാറുന്ന ആളുകളായിരിക്കണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുമാവരുത്. ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകളാണ് കമ്പനി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ UAE-യിലെ ഒട്ടുമിക്ക കമ്പനികളും അവരുടെ ജോലിക്കാർക്ക്, പ്രത്യേകിച്ച് ടാക്സി ഡ്രൈവർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബേസിക് സാലറി കൊടുക്കുന്നില്ല. ഈ ഒരു തവാസുൽ കമ്പനി പോലെയുള്ള ചുരുക്കം 1-2 കമ്പനികൾ മാത്രമേ അവരുടെ ടാക്സി ഡ്രൈവർമാർക്ക് ഒരു ബേസിക് സാലറി കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കമ്പനികളും അവരുടെ ടാക്സി ഡ്രൈവർമാർക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് ശമ്പളം കൊടുക്കുന്നത്. അവർ വർക്ക് ചെയ്യുന്ന എത്രയാണോ എമൗണ്ട് അത് 35-40% കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മാസം 1 ലക്ഷം രൂപ ഇവർ ടാക്സി ഓടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ 40%, അതായത് 40,000 രൂപ കമ്പനി ടാക്സി ഡ്രൈവർമാർക്ക് കൊടുക്കുന്നു. ഈ രീതിയിലാണ് സാധാരണ UAE-യിലെ ടാക്സി കമ്പനികൾ ചെയ്യുന്നത്. എന്നാൽ ഈ തവാസുൽ കമ്പനി അവരുടെ ടാക്സി ഡ്രൈവർമാർക്ക് ബേസിക് സാലറി കൊടുക്കുന്നുണ്ട്. അതായത് മിനിമം 800 UAE ദിർഹം നിങ്ങൾക്ക് ബേസിക് സാലറി ആയിട്ട് ലഭിക്കും. കൂടാതെ 35% കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കും. അത് ഓരോ ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ ശതമാന കണക്ക്. അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സമയത്ത് കറക്റ്റായിട്ട് ഒരു ചാർട്ട് രീതിയിൽ കാണിച്ചു തരും. കൂടാതെ എടുത്തു പറയേണ്ട കാര്യമാണ് അക്കോമഡേഷൻ്റെ കാര്യം. കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UAE-യിലെ വളരെ ചുരുക്കം കമ്പനികൾ ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ ടാക്സി ഡ്രൈവർമാർക്ക് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നത്. ഒട്ടുമിക്ക കമ്പനികളും ടാക്സി ഡ്രൈവർമാർക്ക് അവരുടെ ലൈസൻസ് എടുക്കുന്നവരെ, UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വരെയുള്ള അക്കോമഡേഷൻ കൊടുക്കുമെങ്കിൽ പോലും അതിനുശേഷം ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അക്കോമഡേഷൻ കൊടുക്കാറില്ല. ടാക്സി ഡ്രൈവർമാരോട് അവരുടെ റിസ്കിൽ അക്കോമഡേഷൻ കണ്ടെത്താനാണ് പറയാറുള്ളത്. എന്നാൽ ഈ ഒരു തവാസുൽ എന്നൊരു കമ്പനി ബേസിക് സാലറി നൽകുന്നുണ്ട്, അക്കോമഡേഷൻ നൽകുന്നുണ്ട്, 35% വരെ കമ്മീഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മാസം മിനിമം 2000 മുതൽ 4000 UAE ദിർഹം വരെ, ഏകദേശം ഒരു 1 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങൾക്ക് മിനിമം ഏൺ ചെയ്യാൻ കഴിയും. ഒരു 60,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്, പല ആളുകളും നമ്മളോട്, അല്ലെങ്കിൽ നമ്മൾ ഈ ടാക്സി വേക്കൻസിയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, UAE-യിൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് മുടിയും, ഫൈൻ അടിച്ച് തോൽക്കുമെന്നൊക്കെ. എന്ത് അർത്ഥത്തിലാണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓട്ടി കഴിഞ്ഞാൽ, പോലീസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. ഹെൽമെറ്റ് ഇടാതെ നമ്മൾ വണ്ടി ഓട്ടി കഴിഞ്ഞാൽ, ബൈക്ക് ഓട്ടി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഈ ഒരു ട്രാഫിക് റൂൾസ് വളരെ ചീപ്പാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് ആണെങ്കിലും നമ്മളാണെങ്കിലും അത് കൂടുതൽ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ട്രാഫിക് റൂൾസ് കൂടുതലും പാലിക്കാതെയാണ് നമ്മളെല്ലാം വാഹനം ഓടിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ തന്നെ. UAE ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലെയല്ല, കുറച്ചും കൂടെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ സുരക്ഷ ഉണ്ടാകും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ മൊബൈൽ ഓടിച്ച് വാഹനം ഓടിക്കുകയാണ്, കാർ ഓടിക്കുകയാണ് വിചാരിക്കുക, ക്യാമറയിൽ പതിഞ്ഞു, അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് പിടിച്ചു, ഫൈൻ അടക്കേണ്ടി വരും. അല്ല, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓട്ടി, ഫൈൻ അടക്കേണ്ടി വരും. നിങ്ങൾ ഒരു സ്പീഡ് വെച്ചിട്ടുള്ള ആ ഒരു ഓവർ സ്പീഡ് ലിമിറ്റ് കവർ ചെയ്തു, അതിലേറെ സ്പീഡിൽ വണ്ടി ഓട്ടി, ഫൈൻ അടക്കേണ്ടി വരും. പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു, ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ അടക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരുന്നത് നിങ്ങളാൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും, അല്ലാത്ത വേറൊരു ചൊറ കൊണ്ടും നിങ്ങൾക്ക് ഫൈൻ അടക്കേണ്ടി വരില്ല. കാരണം കാറ് ഫ്രീ ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്യൂവല് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാർ മെയിൻ്റനൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യൂണിഫോം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും UAE-യിൽ പോയിട്ട് വണ്ടി ഓട്ടാൻ കഴിയില്ല. ഈ ഒരു കമ്പനി വിസയിൽ പോകുമ്പോൾ അതാകുമ്പോൾ UAE ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് ഈ ഒരു തവാസുൽ എന്നൊരു കമ്പനി നിങ്ങൾക്ക് എടുത്തു തരും. അതിൽ വരുന്ന എക്സ്പെൻസ്, അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒരു 3000-നും 5000-നും ഇടയിലാണ് UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള എക്സ്പെൻസ് വരുന്നത്. ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് എക്സ്പെൻസ് നിങ്ങളുടെ സാലറി നിന്നായിരിക്കും കമ്പനി കട്ട് ചെയ്യുക. അതൊരു 300 UAE ദിർഹം മുതൽ 500 UAE ദിർഹം ആ ഒരു ഇടയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കമ്പനി സാലറിന്ന് കട്ട് ചെയ്യുക. ആ ഒരു
മാസം എപ്പോഴാണോ അത് തികയുന്നത്, അപ്പോൾ ഒരു 5000 ആകുമ്പോൾ 10 മാസം കൊണ്ട് അത് തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ടെസ്റ്റിന് പോയി അത് ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്ത ദിവസം ജോലിക്ക് പറഞ്ഞേക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ടാക്സി നീ ഓടിച്ച് പൈസ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് കമ്പനി വിടില്ല. എപ്പോഴാണോ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്, കമ്പനി നിങ്ങൾക്ക് ചാൻസ് തരും. ഫസ്റ്റ് ചാൻസ് തരും, സെക്കൻഡ് ചാൻസ് തരും, തേർഡ് ചാൻസ് ഒക്കെ തരും, ചാൻസുകൾ തരും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കയറാൻ കഴിയും. ഓക്കെ, അത് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ആരും ഈ ഒരു ജോലിയിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കില്ലുണ്ടോ, നിങ്ങൾ നല്ല ഡ്രൈവറാണോ, പൈസ ഉണ്ടാക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. അബുദാബി ടാക്സിയിൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. നല്ല ഡ്രൈവർ ആണെങ്കിൽ മാത്രം. അതെടുത്ത് പറയുന്നത് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കരുതിയിട്ട് അവിടെ പോയിട്ട് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ കമ്പനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് തരില്ല. തിയറി ക്ലാസ് ഉണ്ടായിരിക്കും, പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരിക്കും, അതെല്ലാം പാസ്സാവണം. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഇവിടെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നവനെ അവിടെ പോയിട്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നല്ല രീതിയിൽ മാസം ഏൺ ചെയ്യാൻ കഴിയും. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് 30-ാം തീയതി നടക്കാൻ പോകുന്ന അടുത്ത ഇൻ്റർവ്യൂ സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ്. ഹങ്കർ സെഷൻ എന്നൊരു കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നമ്മൾ അബുദാബി ടാക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയിലേക്ക് ചോദിച്ചിട്ടുള്ള യോഗ്യത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു പോവാം. ആദ്യത്തെ കാര്യം 21-നും 40-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതെടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കണം. മൊബൈൽ ഫോണോ യൂസ് ചെയ്യാൻ കഴിയണം. ഇവിടെയും മാപ്പ് കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പല തവണ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡെലിവറി ജോലിയിലേക്ക് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നമ്മുടെ ഈ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള കമ്പനികളുണ്ടല്ലോ, സ്വിഗ്ഗി ആണോ സ്വിഗ്ഗി ആണോ എന്താ അറിയില്ല, എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കമ്പനി പോലെ തന്നെയാണ് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. ഇത് കാറിലാണ്, മറ്റത് ഇവിടെ ഉള്ളത് ബൈക്കിലാണല്ലോ. ഇത് കാറിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് എഴുതിയിട്ട് അവിടെ ഓട്ടാൻ കഴിയില്ല. നിങ്ങൾക്ക് തിയറി ക്ലാസ് കമ്പനി തരും, പ്രാക്ടിക്കൽ ക്ലാസ് കമ്പനി തരും, പ്രാക്ടിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അതെല്ലാം പാസ്സായ ശേഷം നിങ്ങൾക്ക് കാർ എടുത്തിട്ട് ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹങ്കർ സെഷൻ എന്ന കമ്പനിയിലേക്ക് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിങ്ങൾക്ക് ഓർഡർ വരും. നിങ്ങളത് എടുത്ത് ആ ഓർഡർ ടേക്ക് ചെയ്യുക. ശേഷം എവിടെയാണോ ആ ഫുഡ് ഉള്ളത്, അതായത് ഏത് റെസ്റ്റോറൻറ്റിലാണോ ആ ഫുഡ് ഉള്ളത്, ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവുക, അവിടുന്ന് പിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ആ ആപ്പിൽ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കസ്റ്റമറിലേക്കുള്ള ലൊക്കേഷൻ കാര്യങ്ങളുണ്ടാകും. ആ നേരെ പോയി ലൊക്കേഷനിൽ പോയിട്ട് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുക. ഇത്ര മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ സാലറി കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു കമ്പനി പറഞ്ഞിട്ടുള്ള സാലറി 2000 സൗദി റിയാൽ നിങ്ങൾക്ക് സാലറി ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇവിടെ ഒരു മാസം 450 ഡെലിവറി ടാർഗറ്റ് ആയിട്ടുണ്ട്. ആ 450 ഡെലിവറി എടുത്താലാണ് നിങ്ങൾക്ക് 2000 റിയാൽ കിട്ടുക. അത് കിട്ടാത്തൊരു ഡെലിവറി ഒന്നുമില്ല. കാരണം ഹങ്കർ സെഷൻ ആണ്, അവിടെ ഏറ്റവും കൂടുതൽ ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ പറയുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2000 സൗദി റിയാൽ കമ്പനി നിങ്ങൾ 450 ഡെലിവറി എടുത്താലാണ് തരുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ബേസിക് സാലറി ആയിട്ട് കമ്പനി കൊടുക്കുന്നത് 600 സൗദി റിയാലായിരിക്കും. അവിടെ നിന്ന് ശേഷമുള്ള ഡെലിവറി കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് സാലറി ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു മാസം 450 ഡെലിവറി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 റിയാൽ മിനിമം കിട്ടും. മിനിമമാണ് പറയുന്നത്, 2000 റിയാൽ കിട്ടും. 450-ന് മേലെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ 2000-ന് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും കമ്മീഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓർക്കുക, ബേസിക് സാലറി 600 സൗദി റിയാലാണ്. അവിടുന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ഡെലിവറിക്കുമാണ് കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മാസം 450 ഡെലിവറി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 2000 സൗദി റിയാൽ സാലറി കിട്ടും. 450 ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിനിമം നിങ്ങൾക്ക് ഒരു മാസം 1800-നും 3000-നൊക്കെ ഇടയിലായിട്ട് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയും. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. നിങ്ങൾ എത്രത്തോളം മണിക്കൂർ വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരാൾ എന്നോട് ചോദിച്ച വലിയൊരു ചോദ്യമുണ്ട്. അതായത് ബ്രോ, ഈ 450 ഡെലിവറിക്ക് എടുക്കാൻ കഴിയുമോ? ഇപ്പോൾ ഒരു ഡെലിവറിക്കൊക്കെ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരില്ലേ? കുറേ ദൂരമൊക്കെ പോകുന്നുണ്ടാവില്ലേ? കസ്റ്റമർ ലൊക്കേഷന് കുറേ ദൂരം, അല്ലെങ്കിൽ ആ കസ്റ്റമർ ഓർഡർ ചെയ്തുള്ള ഹോട്ടൽ കുറേ ദൂരം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അധികം കുറേ നേരം ആവില്ലേ എന്നുള്ളത്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു പക്ഷേ പലർക്കും അത് ഉണ്ടാകാം. ഞാൻ അവരോട് അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കമ്പനി തരുന്നതായിരിക്കും. ഒരു ലൊക്കേഷൻ അത് ഇത്ര കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ഉണ്ടാകുക. ആ ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ തന്നെയായിരിക്കും നിങ്ങൾ
ഓർഡർ ടേക്ക് ചെയ്യേണ്ട ഹോട്ടൽ അല്ലെങ്കിൽ ഷോപ്പ് ഏതാണുള്ളത് ആ ഒരു ഷോപ്പും ഉണ്ടാകുക, നിങ്ങൾ ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനും ഉണ്ടാകുക. കസ്റ്റമർ അവിടെ ആയിരിക്കും. ഈ ഒരു ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ, അത് എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് ഇൻ്റർവ്യൂ സമയത്ത് അവർ പറഞ്ഞു തരും അറിയാത്തവർക്ക്. അപ്പോൾ നമുക്കത് കറക്റ്റ് അറിയില്ല എങ്കിൽ പോലും നമ്മുടെ പരിധി വെച്ചിട്ട് എന്തായാലും നിങ്ങൾക്കൊരു ഡെലിവറി ചെയ്യണമെങ്കിൽ ഒരു 15 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടാവുക. അതിനുള്ളിൽ ഡെലിവറി പിക്ക് ചെയ്ത് ഡെലിവറി ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് അവർ നിങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ജൂൺ 30 കോഴിക്കോട് വെച്ചിട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത്. ജൂൺ 30 അടുത്ത ഇൻ്റർവ്യൂ നമ്മൾ ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിലേക്ക് ബാസ്കിൻ റോബിൻസ് എന്ന ഐസ്ക്രീം കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ, വെയിറ്റർ എന്ന പോസ്റ്റിലേക്ക്. ഈ ഒരു നല്ലൊരു അവസരമാണ് കേട്ടോ. കാരണം യാതൊരു രീതിയിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ചിലർക്ക് ഡ്രൈവിങ്ങിലൊക്കെ പേടിയുള്ള ആളുകളുണ്ടാവും, ചിലപ്പോൾ വീട്ടുകാർക്ക് പേടിയുണ്ടാവും. അങ്ങനെയുള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ അവസരമാണ്. ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ ഒരു ബാസ്കിൻ റോബിൻസ് എന്ന് പറയുന്നത്. ഒരു ഐസ്ക്രീം കമ്പനിയാണ്. അമേരിക്കൻ കമ്പനി എന്ന് പറയാൻ പറ്റില്ല, കാരണം ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു കമ്പനി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലുണ്ട്, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു കമ്പനി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10,000 സ്റ്റോഴ്സ് ഇവർക്ക് ലോകമെമ്പാടുമായിട്ടുണ്ട്. അപ്പോൾ സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു ബാസ്കിൻ റോബിൻസ് എന്ന കമ്പനിയിലേക്ക് ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. 21-നും 32-നും ഇടയിൽ പ്രായമുള്ള +2 ക്വാളിഫിക്കേഷനുള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക്, വെയിറ്റർ എന്ന പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. വെയിറ്റർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു റെസ്റ്റോറൻറ്റിലേക്കല്ല, ഒരു പ്രീമിയം ഐസ്ക്രീം ഷോപ്പിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ജോലി ഇതാണ്: കസ്റ്റമർ വരുമ്പോൾ ഓർഡർ എടുക്കുക, ബില്ലടിക്കുക, ക്യാഷ് കളക്ട് ചെയ്യുക. അവിടെ ഇരുന്ന് കഴിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ഓർഡർ കൊടുക്കുക, അതായത് കേക്ക് കാര്യങ്ങൾ കൊടുക്കുക. അല്ലാത്തവർക്ക് പാക്ക് ചെയ്തിട്ട് അവരെ പറഞ്ഞയക്കുക. ഇത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല, ഒരു ടീം വർക്കാണ്. ഒരു ഷോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5ഓളം പേര് ഉണ്ടാകും. എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്കാണ്, നല്ലൊരു വർക്കാണ്. പ്രീമിയം ഐസ്ക്രീം ഷോപ്പിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇവിടെ 8 മണിക്കൂറാണ് കമ്പനി ഡ്യൂട്ടി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിർബന്ധിത ഓവർ ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഓവർ ടൈമിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് വരുന്നത് കൊച്ചിയിൽ വെച്ചിട്ട് ജൂൺ 30, ജൂലൈ 1 എന്നീ തീയതികളിലാണ്. നല്ലൊരു അവസരമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 21-നും 32-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുള്ളൂ. പല ഏജൻസികളും 35-36 വയസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പോവേണ്ട, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ പൈസ പോകും, അതേപോലെ തന്നെ നിങ്ങളുടെ സമയം പോകും. അത്രേ ഉള്ളൂ. പൈസ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ലൊക്കേഷനിലേക്ക് വരണമെങ്കിൽ യാത്ര ചിലവുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ സമയം പോയി കിട്ടും. ചിലപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനേ കഴിയില്ല. 32 വയസ്സിന് താഴെ പ്രായമുള്ളവർ മാത്രമേ ഈ ഒരു കമ്പനി എന്നും എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് എടുത്ത് ഞാൻ പറയുന്നത്. +2 നിർബന്ധമാണ്. ബേസിക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി. ഇപ്പോൾ ഇൻ്റർവ്യൂ നമുക്ക് 30 കൊച്ചിയിൽ, അതേപോലെ 1-ാം തീയതിയും കൊച്ചിയിൽ വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. 30-ാം തീയതി ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള 3 കമ്പനികളിലേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. സൗദിയിലേക്കാണ് വേക്കൻസി, ദമാമിലേക്കാണ് വേക്കൻസി. മെഹാൻ എന്നൊരു കമ്പനിയിലേക്ക് കോസ്റ്റർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. അതായത് അവരുടെ ജോലിക്കാരെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുക, തിരിച്ചു കൊണ്ടുവരിക എന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഉണ്ടാവുക. ഏകദേശം ഒരു 10ഓളം പേരെ ആവശ്യമുണ്ട്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സർവീസ് ആയിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ജോലി ആയിരിക്കും ഉണ്ടാവുക. 8 മണിക്കൂർ ഡ്യൂട്ടി, 4 മണിക്കൂർ നിങ്ങൾ ഓവർ ടൈം എടുക്കാം. ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും. ഇവിടെ കമ്പനി പറയുന്ന ബേസിക് സാലറി 1800 സൗദി റിയാലാണ്. അപ്പോൾ ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം മിനിമം 2000-ന് മേലെ 2100, 2200 വരെയൊക്കെ ഏൺ ചെയ്യാൻ കഴിയും. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. 25-നും 40-നും ഇടയിൽ പ്രായമുള്ള, അതേപോലെ തന്നെ സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ്, പുരുഷന്മാരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. ഇതിന് ഇൻ്റർവ്യൂ നമുക്ക് ഈ വരുന്ന 30-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ജോലി ഒന്ന് മെൻഷൻ ചെയ്യാൻ നിങ്ങളുടെ CV അയച്ചു തരിക. ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എവരോ ആയിക്കോട്ടെ, അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 4 കമ്പനികളും മികച്ച കമ്പനികളാണ്. 4 ജോലി ഒഴിവുകളും മികച്ച ജോലികളുമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന വേക്കൻസികളാണ്. അപ്പോൾ ഈ ഒരു അവസരം മിസ് ചെയ്തത് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോളൂ.